ശിവകാശിയിൽ കാണുന്ന 95% ഡിസ്കൗണ്ട് കാണുന്ന ഷോപ്പുകൾ ഭൂരിഭാഗവും തട്ടിപ്പാണ്. ഇത്തരത്തിലുള്ള ക്രാക്കേഴ്സ് ചെയ്യാനായിട്ട് നമുക്ക് ലൈസൻസ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ ഇത് എല്ലാ ടൈമിലും നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നിൽക്കുന്നത് ശിവകാശിയിലാണ്. മുത്തുഗണേഷ് ഫയർ വർക്സിലാണ്. ഇവരാണ് കേരളത്തിലേക്ക് വരുന്ന ഭൂരിഭാഗം ക്രാക്കേഴ്സും മാനുഫാക്ചറിങ് ചെയ്യുന്നത്. ഇവർക്ക് ശിവകാശിയിൽ 3 പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും ബെസ്റ്റ് പ്രൈസിലാണ് ഇവർ നമുക്ക് ക്രാക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ പ്രൊഡക്റ്റിൻ്റെ ഹോൾസെയിലായിട്ടുള്ള പ്രൈസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കേരളത്തിൽ നിന്നിട്ട് ഫയർ വർക്കിൻ്റെ ഓർഡർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ നമുക്ക് നാട്ടിലേക്ക് ഇത് കൊറിയർ ചെയ്യുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലൈസൻസ് ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫയർ ഐറ്റംസ് ഉണ്ട്, അല്ല ക്രാക്കേഴ്സ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ആദ്യം തന്നെ നമുക്ക് തലചക്രത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് വരുന്നത് ബിഗ് സൈസാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് ഹോൾസെയിൽ പ്രൈസ് റേറ്റ് വരുന്നത് 40 രൂപയാണ്. അതായത് 12 പീസ് ഉണ്ട് ഒരെണ്ണത്തിന്. അപ്പോൾ 3.5 രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ. ഹോൾസെയിലായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ചെയ്യേണ്ടത് ഒരു കാർട്ടനായിട്ടാണ് എടുക്കേണ്ടത്. അതിൽ 50 പീസ് ഉണ്ടാവും, 60 പീസ് ഉണ്ടാവും. ഇത് ഡിപ്പെൻഡാണ്. ഇത് നമ്മളിൽ മുകളിലേക്ക് പോയി പൊട്ടുന്ന വീര്യമുട്ട് പോലത്തെ ക്രാക്കേഴ്സാണ്. ഇത് 5 6 സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഏറ്റവും ചെറിയ ക്രാക്കർ സ്റ്റാർട്ട് ചെയ്യുന്നത് 40 രൂപയ്ക്കാണ്. അതോടൊപ്പം തന്നെ 2 3 തവണ മുകളിലേക്ക് പോയി പൊട്ടുന്ന ക്രാക്കേഴ്സിന് ഇവിടെ വരുന്ന മാക്സിമം കോസ്റ്റ് എന്ന് പറയുന്നത് 120 ആണ്. നമുക്കത് നാട്ടിൽ 240 300 ഒക്കെ റേറ്റ് വരുന്നതാണ്. ഇവിടെ 65-70% വരെ നമുക്ക് ഡിസ്കൗണ്ടിൽ ഈ പറയുന്ന പ്രൊഡക്റ്റുകൾ നമുക്ക് കിട്ടുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് തലചക്രത്തിൻ്റെ ഏറ്റവും പുതിയ മോഡലാണ്. ഇത് നമുക്ക് വെള്ളത്തിൽ വരെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ വെള്ളത്തിൽ പൊന്തി കിടക്കും, വെള്ളമായാലും പ്രോബ്ലം ഇല്ല എന്നാണ് പറഞ്ഞത്. ഏറ്റവും പുതിയ മോഡലാണ്. ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഇതിന് 50 രൂപയാണ്. ഇത് വലിയ സൈസാണ്, കൂടുതൽ ടൈം കത്തുന്ന തലചക്രമാണ് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് മേശപ്പൂക്കളാണ്. അതായത് 1.5 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന മേശപ്പൂക്കൾ ഇവിടെ അവൈലബിൾ ആണ്. ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാമെന്നറിയില്ല, നമ്മൾ മേശപ്പൂ എന്നാണ് പറയാം. ഇപ്പം ഇതിൽ ഏറ്റവും ചെറിയ സൈസിന് 1.5 രൂപയാണ് വരുന്നത്. അതിലും കുറച്ചും കൂടി മുകളിലോട്ട് വരുന്ന സൈസിന് വരുന്നത്, ഇപ്പോൾ ഈ കാണിക്കുന്ന സൈസിന് ഇവിടെ പെർ പീസിന് വരുന്നത് 4 രൂപയാണ്. 12 പീസാണ് ഒരു ബോക്സിൽ ഉണ്ടായിരിക്കുക. അതിലും അടുത്ത സൈസ് വരുന്നത് നമുക്ക് വരുന്ന കോസ്റ്റ് 6 രൂപയാണ് സിംഗിൾ പീസിന്. കൂടുതൽ ടൈം കത്തുന്നതാണ്. അതോടൊപ്പം തന്നെ മൾട്ടി കളറായിട്ടുള്ള മേശാപ്പൂവിന് ഇവിടെ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 8 രൂപയാണ്. അത് ബിഗ് സൈസാണ്. ഞാനത് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ മൾട്ടി കളറായിട്ട് വരുന്ന മേശപ്പൂ വരുന്നത്. ഇതിന് 8 രൂപ വരുന്നുള്ളൂ. ഒരു ബോക്സിൽ 6 പീസാണ് ഉണ്ടായിരിക്കുക. ഇതെല്ലാം എടുക്കുമ്പോൾ ഒരു കാർട്ടനായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അതിൽ 50 എണ്ണോ അല്ലെങ്കിൽ 60 എണ്ണോ ആയിരിക്കും ഒരു കാർട്ടൺ. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സ്റ്റിക്കർ ബോംബാണ്. ഇത് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റിക്കർ മുകളിലോട്ട് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് നമുക്ക് കോളേജ് ഫംഗ്ഷനും വെഡ്ഡിങ്സിനും അതുപോലെ തന്നെയുള്ള എല്ലാ പ്രോഗ്രാമിനും നമുക്ക് ലൈസൻസ് ഇല്ലാതെ തന്നെ വിൽക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള 2 3 പ്രൊഡക്റ്റുകളിൽ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. കോൺസെൻട്രേറ്റ് നിങ്ങൾക്ക് റെഗുലറായിട്ട് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അതിലൊരു പ്രൊഡക്റ്റാണ് ഈ സ്മോക്ക് എന്ന് പറയുന്നത്. ഇത് പെർ പീസ്, അതായത് ഈ ബോക്സിന് വരുന്ന 30 രൂപ വരുന്നുള്ളൂ. നമുക്കിതിവിടെ 100 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഉത്സവത്തിനൊക്കെ ഹൈ ഡിമാൻഡാണ്. നമുക്ക് ഒരു ഉത്സവത്തിൽ തന്നെ ഇതൊരു 200 ബോക്സ് വെക്കാൻ പല പല കമ്മിറ്റികൾക്കായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. സോ നമുക്കൊരു 10,000 രൂപയൊക്കെ സിംഗിൾ പ്രോഗ്രാമിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ കോളേജുകളിലുള്ള അവരുടെ പ്രോഗ്രാംസിനും കോളേജ് ഈവൻസിനും കാര്യങ്ങളിലൊക്കെ നമുക്ക് കൊടുത്ത് നല്ല എമൗണ്ട്, അതായത് ഇത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ബിസിനസ്സായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ ഞാൻ കാണിച്ചെന്ന മോഡൽസ്. ഈ ജോക്കർ ബോംബിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് സിംഗിൾ പീസിന് വരുന്നത് 40 രൂപയാണ്. ഹോൾസെയിൽ പ്രൈസ് നമ്മളൊരു ബൾക്ക് ബോക്സ് ആയിട്ടാണ് എടുക്കേണ്ടത്. ഇത് മറ്റൊരു ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇപ്പോൾ വെഡ്ഡിങ്ങിനൊക്കെ നമ്മൾ കയ്യിൽ വെച്ച് കത്തിക്കണത് കണ്ടിട്ടുണ്ടായി. അത് ഈവൻസിലും ഈ പൂരങ്ങൾക്കൊക്കെ വരുന്നതാണ്. ഇതും നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പ്രൊഡക്റ്റിനൊപ്പം വിൽക്കാൻ പറ്റുന്നതാണ്.
ഇതിൻ്റെ 2 പീസിൻ്റെ ബോക്സിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 80 രൂപയാണ്. ഇത് വലിയ മോഡലാണ്, അതുകൊണ്ടാണ് 80 രൂപ വരുന്നത്. ഇതിൻ്റെ ചെറിയ പ്രൊഡക്റ്റും നമുക്ക് അവൈലബിൾ ആണ്, അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ ചെറിയ മോഡലുണ്ട്, അതിൽ 5 പീസാണ് ഉണ്ടായിരിക്കാം. ഇതിന് ഇവിടെ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 80 രൂപയാണ്. അപ്പോൾ ഇതും നല്ല രീതിയിൽ മൂവ് ആവുന്ന ഫാൻസി ക്രാക്കേഴ്സാണ് കേട്ടോ. അടുത്തതായിട്ട് തലചക്രത്തിൻ്റെ മറ്റൊരു മോഡലാണ്, ഇപ്പോഴാണ് ഇവർ കാണിച്ചത്. ഇത് ഡബിൾ സൈഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. ഒരു സൈഡിലേക്ക് ആദ്യം ബേൺ ചെയ്തതിന് ശേഷം അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഡിഫറെൻറ്റ് കളറിൽ ഇത് റൺ ചെയ്യുന്നതാണ്. ഇതിൽ ഒരു ബോക്സിൽ ഉണ്ടായിരിക്കുന്നത് 10 പീസാണ്. ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് 5 രൂപയാണ്. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് പടക്കങ്ങളാണ്. നമുക്ക് ഒരിക്കലും ഒഴിച്ചിടാൻ പറ്റാത്തൊരു സംഭവമാണ്. ഇതിൽ നേരത്തെ കാണിച്ചത് സ്മോൾ സൈസാണ് വരുന്നത്. ഇത് സ്മോൾ സൈസാണ്, 130 പീസാണ് ഇതിലുണ്ടായിരിക്കും. ഇതിൻ്റെ കോസ്റ്റ് ഇവിടെ വരുന്നത് 30 രൂപയാണ്. ഇതിൻ്റെ വലിയ ബിഗ് സൈസ് ഉണ്ട്, അതിൽ എണ്ണം കുറവായിരിക്കും, ബട്ട് പ്രൈസ് സെയിം തന്നെയാണ് വരുന്നത്. ഇത് കാർട്ടണായിട്ട് തന്നെയാണ് എടുക്കേണ്ടത്. ഹോൾസെയിൽ പ്രൈസ് കിട്ടാനായിട്ട് കാർട്ടണായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി നമുക്ക് വരുന്ന മണി ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ക്രാക്കറാണ്. ഇത് നമ്മൾ കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേക്ക് നോട്ട്സ് ആണ് പൊട്ടി മുകളിലോട്ട് തെറിക്കാം. ഇത് ഇവൻസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, കോളേജ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ലൈസൻസ് വേണ്ടാതെ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ പറയുന്ന മണി ബാങ്ക് എന്ന് പറയുന്ന ഈ ക്രാക്കർ. പിന്നെ ഇത് ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇത് കത്തിച്ച് കഴിഞ്ഞാൽ മുകളിലോട്ട് നമുക്ക് ഒരു പമ്പരം കറങ്ങുന്ന മുകളിലോട്ട് പോകുന്നതാണ്. ഇത് ഒരു ബോക്സിൽ നമുക്ക് ഉണ്ടായിരിക്കുക 6 പീസാണ്. ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് 20 രൂപയാണ് ഹോൾസെയിൽ പ്രൈസായിട്ട് നമുക്ക് വരുന്നത്. ഇത് നമ്മുടെ പാമ്പുകുളിയാണ് കേട്ടോ. ഇത് ബിഗ് സൈസാണ് വരുന്നത്. ഇതിൻ്റെ കോസ്റ്റ് പെർ പാക്കിന് വരുന്നത് 12 രൂപയാണ്. ഇത് ഞാൻ അത്ര റെക്കമെൻഡബിൾ അല്ല, കാരണം വെച്ചാൽ ഭയങ്കര പൊല്യൂഷനാണ്. അപ്പോൾ ഭൂരിഭാഗം ആൾക്കാർക്ക് ഇത് കത്തിക്കണ സമയത്ത് ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളതാണ്. ഇത് നമ്മുടെ ചൈനീസ് ക്രാക്കേഴ്സാണ്, അതായത് മുകളിലോട്ട് പൊട്ടുന്ന ചൈനീസ് ക്രാക്കേഴ്സാണ്. ഒരു ബോക്സിൽ 12 പീസാണ് ഇതിലുള്ളത്. ഇതിന് ഇവിടെ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 60 രൂപയാണ്. ഹോൾസെയിൽ പ്രൈസ് 60 രൂപയാണ് വരുന്നത്. ഇതിൻ്റെ പല സൈസിലും പല രീതിയിൽ പോയി പൊട്ടുന്ന മോഡൽസും ഇവിടെ അവൈലബിൾ ആണ്. ഈവൻ സൗണ്ട് ഉള്ളതും പൊട്ടുന്നതിനൊപ്പം സൗണ്ട് ഉള്ളതും മുകളിൽ പോയിട്ട് വീഴുന്നതും ഒക്കെ ഈ മോഡൽ വരുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്ന 60 തൊട്ട് 150 രൂപ 150 രൂപ വരുന്നുള്ളൂ പെർ ബോക്സിന്. ഇത് നമ്മുടെ കയ്യിൽ വെച്ച് കത്തിക്കുന്ന തലച്ചക്രാണ്. ഇത് പെർ ബോക്സിൻ്റെ റേറ്റ് വരുന്നത് 50 രൂപയാണ്. ഇത് നമ്മുടെ കോംബോ ബോക്സ് ആണ് കേട്ടോ. ഇതിൽ വരുന്നത് 50 പീസാണ് ഇതിലുണ്ടായിരിക്കുക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 600 രൂപയാണ് ഹോൾസെയിൽ റേറ്റ് ആയിട്ട് വരുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, കയ്യിൽ പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, അതാണ് നമുക്ക് മൊത്തമായിട്ട് കാണിക്കാൻ പറ്റാതെ. ഇതിൻ്റെ അടുത്തൊരു സൈസ് വരുന്നുണ്ട്, അത് 68 പീസാണ് ഉള്ളത്. അതിൻ്റെ റേറ്റ് വരുന്നത് 900 രൂപയാണ്. ശിവകാശിയിൽ നിന്ന് ഇപ്പോൾ ഈ കാണുന്ന എടുത്തു വെച്ച ഐറ്റംസ് എല്ലാം ഞാൻ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. ഇതിനെല്ലാം കൂടി എനിക്ക് ഏകദേശം വന്നിരിക്കുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 3000 രൂപയുടെ താഴെ ആയിട്ടുള്ളൂ. പിന്നെ ശിവകാശിയിൽ എത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾക്ക് പോകുന്ന വഴി 100-ലധികം ഷോപ്പുകൾ, അല്ലെങ്കിൽ അത്രയും അധികം ഷോപ്പുകൾ, ക്രാക്കർ ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. 90%, 95% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എഴുതിയിട്ട്. പക്ഷെ അതൊക്കെ ഫേക്കാണ്. അത് കുറച്ച് നാളിലേക്ക് വേണ്ടി മാത്രം റൺ ചെയ്യുന്നതാണ് ഇവിടുത്തെ ഉത്സവ സീസണിലൊക്കെ. അപ്പോൾ എന്താ വെച്ചാൽ അവർ ശിവകാശിയിൽ തന്നെയുള്ള ഹോൾസെയിലേഴ്സിൻ്റെ അടുത്ത് നിന്ന് എടുത്ത് അവർ റീസെയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോസ്റ്റ് കൂടുതലായിരിക്കും. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ നാട്ടിൽ നിങ്ങൾ ക്രാക്കർ ബിസിനസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അതിൽ നിന്നിട്ട് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങളിവിടെ പോകണമെന്നില്ല. ഇവർക്ക് വിളിച്ച് ഓർഡർ ചെയ്താൽ, ഫോണിൽ വിളിച്ച് ഓർഡർ ചെയ്താൽ മതി. ഇവർ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നതാണ്. 1-2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കൊറിയർ ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഒരു കാർട്ടന് വരുന്നത് 300 രൂപ മാത്രമാണ് ഇവരുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റായിട്ട് വരുന്നത്.